അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ സോളാർ പാനലിലെ കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷൻ ആണ്. അതായത് നമ്മൾ സോളാർ പാനൽ മൊത്തത്തിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. ഇതോടുകൂടി നമ്മൾ ഈ സോളാർ പാനലിൻ്റെ പരിപാടി അവസാനിക്കുന്നു കേട്ടോ. അതായത് നമ്മൾ ഇതിന് മുമ്പ് പാർട്ട് 1 ആണ് ചെയ്തത്. അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സോളാർ പാനലിൻ്റെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇത് വർക്കിംഗ് കണ്ടീഷനിലേക്ക് നമ്മൾ സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ പറയുന്നത് നമ്മളെ സോളാർ പാനൽ മുകളിൽ സെറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ എൻ്റെ എർത്തിങ്, നമ്മളെ സോളാർ പാനൽ നമുക്ക് എർത്ത് ചെയ്യാനുണ്ട്. കാരണം ഇടിമിന്നലിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി എർത്ത് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളിതിൽ കംപ്ലീറ്റ് കണക്ഷൻ DBയും അതുപോലെ തന്നെ കംപ്ലീറ്റ് കണക്ഷൻ നമ്മൾ ഈ വീഡിയോയിൽ കൂടി എനിക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല നമ്മൾ ഈ സോളാർ ഇൻവേർട്ടറിൽ വർക്ക് ചെയ്യുന്നതും ഈ വീഡിയോയിലൂടെ എനിക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം പറയാണ്ട്, നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഇത് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്, എൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ കണക്ടർ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് സോളാറിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിനാണ്. ഇലക്ട്രോണിക് ഷോപ്പിലും അതുപോലെ തന്നെ ഇലക്ട്രിക്കലിൻ്റെ ഷോപ്പിലൊക്കെ ചോദിച്ചു, പക്ഷേ അവിടെ നിന്ന് ഈ സാധനം കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിന് ഇത് ഓഫർ കണ്ടാകുമ്പോൾ 140 രൂപക്ക് വാങ്ങിയതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇപ്പോൾ ഇതിന് വില കൂടി കാണും. അപ്പോൾ ഇത് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. കണ്ട, ഇതേപോലത്തെ 2 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് പാക്ക് ചെയ്യുന്നത് പൊട്ടിക്കുക. പിന്നെ അതിൻ്റെ 4 പിന്നും കിട്ടിയിട്ടുണ്ട്. അല്ല, ഇതാണ് ഇതിൻ്റെ 4 പിന്ന് എന്ന് പറയുന്നത്. നമ്മളെ വയർ കണക്ട് ചെയ്യുന്ന പിന്നാണ്. ഓക്കെ, ഇതാണ് നമ്മളെ കണക്ടർ, സോളാർ പാനലിലേക്ക് കണക്ട് ചെയ്യുന്ന കണക്ടർ. ഇത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഇതൊന്നും മതി കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ കണ്ടല്ലോ, ഇതാണ് നമ്മളെ സോളാർ പാനലിൻ്റെ കണക്ടർ എന്ന് പറയുന്നത്. ഇത് രണ്ട് നമ്മൾ മറ്റേ പാനലിൻ്റെ വരുന്ന 2 ഔട്ട് ഉണ്ടല്ലോ, അതിലേക്ക് കണക്ട് ചെയ്യും. ഇത് പോസിറ്റീവ്, ഓക്കെ, ഇത് നെഗറ്റീവാണ്. ഇത് ഇങ്ങനെ കണക്ട് ചെയ്യും. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഒരു സാധനമൊക്കെ വെച്ച് സെറ്റ് ചെയ്യാനുണ്ട്. അതിന് മുമ്പ് ഇതാണ് നമ്മളെ വയർ. ഇതിന് മുമ്പ് കാണിച്ചിരുന്നു, 2.5 mm വയറാണ്. ഇത് ഇതിലേക്ക് വെച്ച് നമുക്ക് എന്താ പറയുക, ഇവിടെ നമുക്ക് പ്ലെയർ ഉപയോഗിച്ച് ഇത് അടിച്ചു കൊടുക്കണം. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ഈ സാധനമൊക്കെ ഇതിൽ സെറ്റ് ചെയ്യണം. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, പിന്നെ ഈ ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഊരാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തായാലും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചതിന് ചെയ്യുക. ആദ്യം തന്നെ ഇത് ഇങ്ങനെ പറക്കിനുള്ളിൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം ഊരാൻ കിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ 2 എണ്ണം കിട്ടിയത്. ഓക്കെ, 2 എണ്ണം കിട്ടിയതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊന്നും എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കണിക്കുന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിൽ പോയി ജസ്റ്റ് പാനലിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സംഭവം കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഈ ഒരു വയർ സ്ട്രിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ. ഇനി നമുക്ക് ഈ സാധനം മടക്കണം. അതിന് മുമ്പ് ഇത് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇത് നെഗറ്റീവ് വയറാണ്. ഇത് നെഗറ്റീവ്. ഈ നെഗറ്റീവിലേക്ക് നമ്മൾ പോസിറ്റീവാണ് കണക്ട് ചെയ്യുന്നത്. പോസിറ്റീവ് ക്ലിപ്പാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെ സോളാറിന് വരുന്ന നെഗറ്റീവ് ഇതാണ് കേട്ടോ. ഇത് ഈ പിന്നാണ് നമ്മൾ സോളാറിന് നെഗറ്റീവ് വരുന്നത്. സോളാർ പാനലിൻ്റെ പിന്നെ ഇതാണ്. ഓക്കെ, ഇതിൻ്റെ അടപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് പോസിറ്റീവാണ്. അപ്പോൾ ഇതിന് നമ്മൾ നെഗറ്റീവ് വയറാണ് കൊടുക്കേണ്ടത്. ഇതുപോലെ നെഗറ്റീവ് വയറാണ് കൊടുക്കേണ്ടത്, മനസ്സിലായല്ലോ. കാരണം നമുക്കിത് ക്ലിപ്പ് ചെയ്യേണ്ടതാണ്. ഇത് ക്ലിപ്പ് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്നാലും നമുക്ക് സോളാറിന് കറക്റ്റ് ആ ഒരു സംഭവം അതിൻ്റെ ഇത് പോസിറ്റീവ് നെഗറ്റീവ് മാറാതെ വരാൻ കണക്ഷൻ വരൂ. ഓക്കെ, ഇതുപോലെയാണ് വരുന്നത്. ഇതുപോലെയാണ് കണക്ഷൻ വരുന്നത്. ജസ്റ്റ് ഞാനത് സോളാർ പാനൽ കൊടുത്തിട്ടാൽ എനിക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് ചെയ്യാനുള്ള കാര്യം വെച്ചാൽ ഇതിൻ്റെ ഒരു ക്യാപ്പ് റിമൂവ് ചെയ്യുക. അതിനുശേഷം ഈ സാധനം ജസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു വയർ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യണം. അതായത് ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ ഒരു കണക്ഷൻസ് 2 പിന്നുണ്ട്, ഒരു ചെറുതും ഒരു വലുതും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, രണ്ടും വേറെ വേറെ സൈസാണ്. ഇത് വലുത്, ഇത് ചെറുത്. അപ്പോൾ ഇത് നമ്മളെ ഈ ഒരു പോസിറ്റീവ്, അതായത് ഈ ഒരു ടെർമിനലിലേക്കാണ് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് ഇങ്ങനെയാണ്. ഓക്കെ,
ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിത് എന്താ പറയുക കിട്ടൂല കേട്ടോ, എടുക്കാൻ പറ്റില്ല. പിന്നെ അവിടെ വേണ്ട, ചിലപ്പോൾ ബെൻഡായി പോവും. ഇതിലിട്ട് കഴിഞ്ഞാൽ സാധനം എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഈ ഒരു നെഗറ്റീവിൽ ഈ സംഭവം വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് അടിച്ചു കൊടുക്കാനുണ്ട്. ട്രിപ്പിംഗ് ടൂളില്ല, അപ്പോൾ നമുക്ക് പ്ലെയർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് വെക്കാം, അതിനുശേഷം നമുക്കിത് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ പോസിറ്റീവ് അതുപോലെ തന്നെ നെഗറ്റീവ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ അതുകൊണ്ട് അടിച്ച് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെഗറ്റീവിൻ്റെ നമ്മൾ ഈ സംഭവത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അതേമാതിരി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇങ്ങനെ സൗണ്ട് വരും. ഓക്കെ, സൗണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് ടൈറ്റായി. ഇനി ഈ സാധനം നമുക്ക് ഊരാൻ പറ്റില്ല കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ വരുന്നൊരു സംഭവം ഇതുപോലെ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അകത്തൊരു വെള്ളം കയറാക്കേണ്ട സംഭവമാണ് ഈ ഒരു സംഭവം. ഓക്കെ, ഇപ്പോൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബാക്ക് സംഭവം ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ നെഗറ്റീവ് ടെർമിനലിൽ. ഇനി ഇതേപോലെ തന്നെ നമ്മളെ പോസിറ്റീവ് ടെർമിനലിൽ നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിച്ചാൽ മറന്നിട്ടുണ്ട് കണ്ടല്ലോ. ഇനി ഇതിൻ്റെ ഈ ഒരു ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കും. ഓക്കെ, ടക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ട് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. കുറച്ച് ടൈറ്റ് ആയി പോയി ഗൈസ്, കുഴപ്പമില്ല. അതും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു ബാക്ക് വശം ഉണ്ടല്ലോ, ഈ സംഭവം ഇതും കൂടി ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതോടെ നമ്മൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് കണക്ടറും റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഇങ്ങനെ കണക്ട് ചെയ്തത് നമ്മൾ സോളാറിൽ കൊടുത്തില്ല. അതായത് നമ്മൾ വയറും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ കുടുങ്ങിയെന്നാണ് തോന്നുന്നത്. ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ഈ ഒരു ലോക്ക് നിങ്ങൾക്ക് കണ്ടാ, ഈ ഒരു ലോക്ക് കണ്ടാ, ഈ ലോക്കാണ് നമ്മളിത് ഓപ്പൺ ആക്കണ്ട കേട്ടോ. നമ്മളെ വയറും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇനി നമുക്കിത് കൊണ്ടുപോയിട്ട് നമ്മളെ പാനലിലേക്ക് സെറ്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് നമുക്കിത് പാനൽ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ടൈ അടിക്കണം. ഇതേപോലെ ടൈ അടിച്ച് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ സോളാർ സെറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സംഭവങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലത്തെ കേബിൾ ടൈ ആവശ്യമുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിന് മുമ്പ് എനിക്ക് കാണിച്ചിരുന്നു ഈ സംഭവം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സംഭവങ്ങൾ ആവശ്യമുണ്ട്. ഇത് നമ്മുടെ സ്ലീവാണ് കേട്ടോ, അതായത് എർത്തടിക്കുന്ന സ്ലീവാണ്. അത് ജസ്റ്റ് എനിക്ക് പാക്കിനെടുത്ത് കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ കുറച്ച് ഇത് നമ്മളെ സോളാറിൻ്റെ നെറ്റും ബോൾട്ടും ആണ് കേട്ടോ. കണ്ടല്ലോ, നമ്മളെ സോളാർ പാനലിൻ്റെ നെറ്റും ബോൾട്ടും ആണ്. രണ്ട് നെറ്റും അതുപോലെ 2 വാഷർ, ഒരു ബോൾട്ടാണ് ഈ വരുന്നത്. ഓക്കെ, അത് ഒരു 9 എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് 8 ആവശ്യമുള്ളൂ, ഒന്ന് അധികം എടുത്തതാണ്. ഇത് നമ്മളെ എർത്ത് അടിക്കാനുള്ള സ്ലീവാണ്. ഇതിങ്ങനെ കണ്ട് കാണാം, നമ്മളെ കോപ്പർ വയർ എർത്തിങ് അടിക്കാൻ വേണ്ടിയുള്ള സ്ലീവാണ്. ഇതിനുള്ളിൽ കൂടി നമ്മൾ വയർ കൊണ്ടുപോയാണ് ചെയ്യാറ്. ആണല്ലോ, അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് വേണ്ട സാധനമാണ് ഇതെന്താ വെച്ചാൽ നമ്മളെ കോപ്പർ വയറാണ് കേട്ടോ. കോപ്പർ വയർ എന്ന് വെച്ചാൽ ഞാൻ വാങ്ങിയ വയറൊന്നല്ല. ഓക്കെ, അപ്പോൾ കോപ്പർ വയർ എന്ന് പറയുമ്പോൾ നമ്മളെ ഇൻഡക്ഷൻ കുക്കർ ഉണ്ടല്ലോ, കറണ്ട് അടുപ്പ് എന്ന് പറയും, അതിൻ്റെ കോപ്പർ വയറാണ് കേട്ടോ. ഇത് എനിക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും. നല്ല അടിപൊളി കോപ്പർ വയറാണ്. അപ്പോൾ ഇതാണ് നമ്മളെ നേരത്തെ പറഞ്ഞ കോപ്പർ വയർ. അപ്പോൾ ഇതിനും ഒരു നെട്ടും ബോൾട്ട് ഇതിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ വാങ്ങിയതല്ല കേട്ടോ, ഞാൻ ഇതിവിടെ ഉണ്ടായിരുന്ന എടുത്തതാണ്. ഇത് നമ്മളെ പാനലിലേക്ക് വെച്ച് ടൈറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മളെ എർത്തിൻ്റെ, അതായത് നമ്മളെ വീടിൻ്റെ എർത്തിലേക്ക് കൊടുക്കാൻ്റെ ആ ഒരു സംഭവമാണിത്. കണ്ടല്ലോ, നോക്കിയാൽ കാണാൻ പറ്റും. നമുക്കിത് അവിടേക്ക് എത്താൻ ചാൻസ് ഇല്ല. അപ്പം ഇന്ന് വേറെ ഒരു കോപ്പറും കൂടി ഇതിലേക്ക് ജോയിൻ്റ് അടിച്ച് കൊടുക്കേണ്ടി വരും. അത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കോപ്പർ വയർ നമ്മൾ ഈ ഒരു എർത്തിങ് സ്ലീവിലേക്ക് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാനുണ്ട്. ഇത് ഏകദേശം 6 മീറ്റർ ഉണ്ട് കേട്ടോ ഈ എർത്തിങ് സ്ലീവ്. അതിലേക്ക് മൊത്തം ഇട്ട് കൊടുക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കിയെല്ലാം കാണാം. അപ്പോൾ ഒരുപാട് ലെങ്ത്ത് കൂടുന്നുണ്ട്, ഞാൻ ഇതിലേക്ക് ഇടുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത് ഇട്ടിട്ട് നമുക്കിതിന് മുകളിൽ പോയിട്ട് ബാക്കി പരിപാടിയൊക്കെ അവിടെ ചെയ്യാം. ഓക്കെ, കാരണം ഇപ്പോൾ വെയിലും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ വർക്ക് തീർക്കാനുണ്ട്. നമ്മുടെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ സ്റ്റാൻഡ് അടിക്കാനാണ് നമ്മൾ ആ സ്ക്രൂവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു കാണുന്ന സംഭവം കണ്ടല്ലോ, ഇതാണ് നമ്മളെ സോളാർ പാനലിൻ്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നല്ല അടിപൊളി സ്റ്റാൻഡാണ്. ജസ്റ്റ് ഒരു ചെരിവും കാര്യങ്ങളൊക്കെ ഒരു സ്റ്റാൻഡിന് വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ വീടിൻ്റെ മുകളിലാണ് ഉള്ളത്. ഇതാണ് നമ്മളെ സോളാർ പാനലിൻ്റെ സ്റ്റാൻഡ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെയാണ് നമ്മൾ ഹോൾ അടിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ എർത്തിൻ്റെ ഹോളാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ സോളാർ പാനലിൻ്റെ ഹോളാണ്. ഇതിൻ്റെ മുകളിൽ പാനൽ വെച്ച് നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കാരണം ഒരുപാട് ലെങ്ത്ത് വീഡിയോക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പാനൽ ഇതിന് മുകളിൽ വെച്ച് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അതാണ് ഇതിന് മുകളിലാണ് നമ്മളെ പാനൽ ഇരിക്കൽ. അപ്പോൾ ഇതുപോലെയാണ് നമ്മളെ പാനൽ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, കണ്ടല്ലോ. അപ്പോൾ ഇത് സെറ്റ് ചെയ്തില്ല, സ്ക്രൂവും കാര്യങ്ങളും അടിച്ചില്ല കേട്ടോ. ഇതുപോലെയാണ് നമ്മളെ പാനൽ വരുന്നത്, കണ്ടല്ലോ. ഇത് അങ്ങനെ അവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ പഴയ സോളർ ഇതാ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നെട്ടും ബോട്ടൊക്കെ ഇട്ട് ഞാൻ കാണിച്ചു തരാം. ഫൈനലി നമ്മളെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും, കണ്ടല്ലോ. സ്ക്രൂ ഇതുപോലെ ഇരിക്കുന്നത്. താണ്ടി ഇവരൊരു സ്ഥലത്ത് സ്ക്രൂ ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഹോളിന് ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾക്ക് ഡ്രില്ലും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് അത് ശരിയാക്കില്ല. എന്താ അവിടെ സ്ക്രൂ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ്ട് ഇവിടെയും ഇതാണ്ട സ്ക്രൂ അടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ആ ഒരു ഭാഗത്തും സ്ക്രൂ അടിച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം സെറ്റാണ്. ഇതാണ് ഇതിൻ്റെ മുകൾ ഭാഗം, കണ്ടല്ലോ, നല്ല അടിപൊളിയായി ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ സോളാർ പാനൽ ഇത് അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിൽ പറഞ്ഞാൽ ഇവിടെ ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. ഇപ്പോൾ സമയം ഏകദേശം 2:30 അവിടെ നല്ല വെയിലാണ്. ഇവിടെ 2:30 വെയിലിന് ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്കിവിടെ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ എർത്തൊക്കെ അടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മിക്കവാറും ഇന്ന് പണിയെടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം മൊത്തം വെയിലും കാരണമായിട്ട് ഇവിടെ നല്ല രീതിയിൽ പണിയാണ്. നമ്മളെ എർത്തിൻ്റെ സാധനമൊക്കെ ഇതിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, കണ്ടല്ലോ. നമ്മളെ കോപ്പർ വയർ ഇവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി അടിച്ചെടുക്കാനുണ്ട്. ഒക്കെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കാരണം ഇപ്പോൾ നമുക്ക് വെയിലായതുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി എല്ലാ സംഭവവും നമുക്ക് സെറ്റ് ചെയ്ത് ഓരോന്നായിരിക്കും കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ വയർ എനിക്ക് ഇപ്പോൾ ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും. ഇതിങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്നതാണ് നമ്മളെ പാനലിൻ്റെ വയർ, കണ്ടല്ലോ. ഇനി ഇതാണ് ഈ വയർ എന്ന് പറയുന്നത്, കണ്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ലെങ്ത് ഉണ്ട് കേട്ടോ. ഇനി നമുക്കിത് ടൈ അടിച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, നമ്മൾ ടൈ അടിച്ച് മീത്തുന്ന വരുന്നതാണ്. ഇനി നമുക്ക് ഈ ടൈ ജസ്റ്റ് ഇതുപോലത്തെ വയർ സ്ട്രിപ്പർ ഉപയോഗിച്ച് കട്ട് ചെയ്യുക കേട്ടോ. ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. ഓക്കെ, കണ്ടോ. അപ്പോൾ നമുക്ക് എല്ലാ ടൈയും കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് മാത്രമേ ബാക്കിയുള്ളൂ. അതും കൂടി നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്യാം. അതും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംഭവമൊക്കെ ഒട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പണിയായിരുന്നു സംഭവമൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടോ. അത് ഇങ്ങനെ മുകളിൽ കൂടി നമ്മളെ സീലിങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് കൂടി ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. നേരെ ഇതുവഴി, അതായത് നേരെ ഇങ്ങനെ ഇറങ്ങി വന്ന് നമ്മളെ ഡി വിയിലോട്ടാണ് വരുന്നത് കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ ഡി വിയിലോട്ടാണ് ഈ സോളാറിൻ്റെ 2 വയറും വരുന്നത്. ഇതിലിപ്പോൾ കറണ്ട് വരുന്നുണ്ട് കേട്ടോ. 2 വയറിൽ കറണ്ട് വരുന്നുണ്ട്. ഞാൻ സ്ട്രിപ്പ് ചെയ്തില്ല. സ്ട്രിപ്പ് ചെയ്യാത്തതുകൊണ്ട് പ്രശ്നമില്ല. അതെന്താണെന്ന് വെച്ചാൽ സ്ട്രിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഷോർട്ടാവും. അതുകൊണ്ടാണ് സ്ട്രിപ്പ് ചെയ്യാൻ കേട്ടോ. പിന്നെ നമ്മൾ ഡി വിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ 3 ഫേസിൻ്റെ ലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നോർമലി 5mm LED സംഭവമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1K റെസിസ്റ്റർ കൊടുത്ത് സെറ്റ് ചെയ്തതാണ് കേട്ടോ സംഭവം. പിന്നെ ഈ സംഭവമൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഫ്യൂസ് വരുന്നുണ്ട്. അതായത് ഈ സോളാറിന് വരുന്ന 2 വയർ നമ്മൾ ഈ ഒരു ഫ്യൂസിലേക്കാണ് വരുന്നത്. ഓക്കെ, അതിൽ നിന്ന് നേരെ നമ്മൾ ഈ 2 പോൾ MCBയിലേക്ക് കൊടുക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ അടിയിൽ നിന്ന് നേരെ ഒരു വയർ നമ്മളെ സോളാർ ചാർജ് കൺട്രോളിലേക്കാണ് കയറുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടെ സ്വിച്ച് കാണാൻ പറ്റും, കണ്ടോ. ഈ സ്വിച്ച് എന്താ വെച്ചാൽ നമ്മൾ ഈ ലൈറ്റിൻ്റെയാണ് കേട്ടോ. ഈ ലൈറ്റ് ഫുൾ ടൈം ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ സാധനം അടിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് വലിയ രീതിയിൽ ഒരു വയർ എടുത്ത് കൊടുത്തതാണ്. അത് ബാറ്ററിയിലേക്ക് കൊടുത്ത് ഇപ്പോൾ എനിക്ക് ഞാനത് പ്രവർത്തിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനത് ബാറ്ററിയിലേക്ക് എടുത്ത് വെച്ച് കാണിച്ചു തരാം. ഇത് നമ്മളെ നെഗറ്റീവ് ടെർമിനലാണ്. ഇത് നെഗറ്റീവ് ഇതിൽ കൊടുക്കുക. ഇത് ബാറ്ററിയിൽ കൊടുക്കുന്നതല്ല കേട്ടോ, നമ്മളെ സോളാർ പാനലിലേക്ക് വരുന്നതാണ്. അതായത് നമ്മൾ പാനലിൽ നിന്ന് കറണ്ട് താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയുള്ള ലൈറ്റാണ്. അത് ഞാൻ ചുമ്മാ ഒരു രസത്തിന് 3 ഫേസിൻ്റെ ലൈറ്റ് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇതിൽ ഇവിടെ പോസിറ്റീവ് കൊടുക്കുമ്പോൾ എനിക്ക് നമ്മളെ 3 ഫേസിൻ്റെ RYB, അതായത് റെഡ്, യെല്ലോ, ബ്ലൂ അത് ലൈറ്റ് കത്തുന്നത് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് ഈ സംഭവം കത്തുന്നത് കാണാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം കൊടുത്തത്. എനിക്ക് വേണമെങ്കിൽ ഒറ്റ ലൈറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്കിത് കത്തിക്കാം കേട്ടോ. പിന്നെ നമ്മളെ വയർ ഇഷ്ടം പോലെ ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ.
കാരണം 12 മീറ്റർ അങ്ങനെ എന്തോ ഇവിടെ വണ്ടി ഇടത്തേക്ക് എത്തിയിട്ടു കുറച്ച് വയർ നമുക്ക് ആവശ്യമുണ്ട്. അതായത് നമുക്ക് ഇനിയിപ്പോൾ ഇതിന് ഇവിടെ നിന്ന് ഒരു കണക്ഷൻ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊരു കണക്ഷൻ നേരെ താഴോട്ട് പോകുന്നുണ്ട്. അത് സോളാറിൻ്റെ ലൈവാണ്. അത് എനിക്ക് കണക്ഷൻ കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കണക്ഷൻ കൊടുക്കുന്നത് കാണിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മാത്രമാണ്. കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ മൊത്തം കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ ഈ ബാറ്ററിയിലെ ഒരു ഇത് കണ്ടല്ലോ, ഇത് നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കണം. ഒഴിവാക്കാന്ന് വെച്ചാൽ ഈ വയർ മാറ്റി നമുക്ക് ഇതേപോലത്തെ എന്താ പറയുക 2.5 വയറിനെ കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ലോഡിൽ ചെറിയ വയറാണില്ലേ, വേണ്ട ഇത് കളിയിട്ട് പോകുന്നു വയർ. ഓക്കെ, ഇത് കണക്ഷൻ കൊടുത്തില്ല, ഇത് നമുക്ക് മാറ്റണം. ഇത് മാറ്റി നമുക്ക് ഇവിടെ നല്ലൊരു കട്ടി കൂടിയ വയറിനെ കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് മാറ്റാനുണ്ട്. പിന്നെ അത്രയ്ക്ക് ഇല്ലു സംഭവം. പിന്നെ ഈ ക്ലിപ്പിൻ്റെ കാര്യം, ഇത് സോളാറിൻ്റെ ലൈവിൻ്റെ ക്ലിപ്പാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ ലോഡിൻ്റെ ക്ലിപ്പാണ്. ഇൻവേർട്ടർ ഇവിടെ വെക്കും. ഇൻവേർട്ടർ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇൻവേർട്ടറിൻ്റെ ടെർമിനൽ ഇവിടെ കൊടുക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ രണ്ട് സംഭവം, ഇത് സോളാറിന് ലൈവ് വരുന്നതാണ്. പകൽ മൊത്തം ഇൻവേർട്ടർ ഇതിലോടും, സോളാറിലോടും. അപ്പോൾ നമ്മൾ രാത്രിയാകുമ്പോൾ നമ്മൾ ഇത് ലോഡ്, അതായത് നമ്മളെ ചാർജ് ചെയ്യാനുള്ള ലോഡ് എടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കും. അപ്പോൾ ഈ കണക്ഷൻ ഇങ്ങോട്ട് മാറ്റി വെക്കും. അത് എനിക്ക് കാണിച്ചു തരാം കേട്ടോ. എനിക്കിപ്പോൾ മനസ്സിലായി കാണില്ല, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളെ സോളാർ പാനലിലെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മുകളിൽ വരുന്ന എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, ഒരു ഗ്രീൻ കളർ വയറിങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. ശരിക്കും വയറല്ല, സ്ലീവാണ് കേട്ടോ. അത് എർത്തിൻ്റെയാണ്. എർത്ത് കൊടുത്തു. അതുപോലെ തന്നെ നമ്മളെ പാനലിൽ നിന്ന് താഴോട്ടൊരു പൈപ്പ് പോകുന്ന കാണാൻ പറ്റും. അത് നമ്മളെ പാനലിൻ്റെ കണക്ഷനാണ്. ഓക്കെ, ജസ്റ്റ് ഞാൻ അവിടെ പോയി കാണിച്ചു തരാം. നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ പോയി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ വയറിങ്ങനെ പോകുന്ന പൈപ്പാണ് കേട്ടോ. അത് ഇതുവഴി ഇങ്ങനെ ഇറങ്ങിപ്പോയി ഇതിൻ്റെ അടിയിലേ കൂടി നേരെ ഈ ഹോളിലെ കൂടി അകത്തേക്ക് പോകുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. കണ്ടല്ലോ, നമ്മളെ പാനലിൻ്റെ കണക്ഷൻ, അതായത് ഈ ജംഗ്ഷൻ ബോക്സിൽ പോകുന്ന കണക്ഷനാണിത്. പിന്നെ ഇതാണ് നമ്മളെ എർത്തിൻ്റെ കണക്ഷൻ. കണ്ടല്ലോ, ഇത് നമ്മളെ എർത്തിൻ്റെ കണക്ഷൻ. ആ ഒരു പൈപ്പ് ഇതാ ഇതുവഴി ഇറങ്ങി നേരെ നടുവഴി അങ്ങനെ പോവുകയാണ് കേട്ടോ. ജസ്റ്റ് എനിക്ക് കാണിച്ചു തരാം. ഇതാണ് ഈ കണക്ഷനാണ് എർത്തിൻ്റെ. ഇങ്ങനെ വരുന്ന നമ്മളെ പഴയ സോളാറാണിത്. ഈ ഒരു പഴയ സോളാറിൻ്റെ ഇതാണ് ഇതിലേക്ക് കൂടി ഇങ്ങനെ ഇറങ്ങി വന്ന് ഇതിൻ്റെ അടിയിൽ എനിക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേ കൂടി ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ ചെയ്യല്. കണ്ടല്ലോ, അതിൻ്റെ അകത്ത് കൂടി നേരെ നമ്മളെ കണക്ഷൻ അങ്ങോട്ട് താഴോട്ടാണ് പോകുന്നത്. അതായത് നമ്മളെ മീറ്റർ ബോക്സിൻ്റെ എർത്തുണ്ടല്ലോ, അവിടത്തേക്കാണ് പോകുന്നത്. അത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് താഴെ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മളെ ഗ്രീൻ വയർ കോപ്പറാണ് കേട്ടോ. എനിക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇത് കോപ്പറാണ്. ഇത് പകുതിക്ക് എത്തുമ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ മാറ്റും ചിലപ്പോൾ, കാരണം മഴയും കാര്യങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തം വെള്ളമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ താഴെ നോക്കിയാൽ ഇതുപോലെയാണ് നമ്മളെ പാനൽ കാണുന്നത് കേട്ടോ. കണ്ടല്ലോ, ഇതുപോലെയാണ് നമ്മളെ പാനൽ താഴെ നോക്കിയാൽ കാണൽ. തൊട്ടപ്പുറം നമ്മളെ ചെറിയ പാനലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഇൻവേർട്ടറിൻ്റെ കംപ്ലീറ്റ് കണക്ഷനും കാര്യങ്ങളൊക്കെ. ഇത് ഉള്ളിലാണ് വരുന്നത്. കണ്ട, അതാണ് മൊത്തം നമ്മളെ ഇൻവേർട്ടറിൻ്റെ കണക്ഷൻ. നമ്മളെ ഇൻവേർട്ടർ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കൊണ്ടുവച്ചതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ബാറ്ററി എനിക്കിപ്പോൾ കാണാൻ പറ്റില്ല. ബാറ്ററി നേരെ ഇതിൻ്റെ അടിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് മൊത്തം ചെയ്തിരിക്കുന്നത് നമ്മളെ കപ്പാട്ടിലാണ് മൊത്തം ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ സോക്കറ്റ് എന്താ പറയുക, അതിൻ്റെ പേര് പറയില്ലേ, ആ ഒരു സംഭവത്തിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മളെ ബാറ്ററി 15 ബാറ്ററിയാണ്. ഇതിൻ്റെ വീഡിയോ എൻ്റെ ചാനലുണ്ട് കേട്ടോ. വേണമെങ്കിൽ എനിക്ക് ലാസ്റ്റ് എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് ചിലപ്പോൾ മാറ്റി കൂട്ടി ബാറ്ററി. അതാണ് ഈ വയർ ഇത്ര നീളം കൊടുത്തത്. കാരണം വെച്ചാൽ നമുക്ക് ചിലപ്പോൾ വലിയൊരു ബാറ്ററി നമുക്ക് സെറ്റാക്കാൻ ചാൻസ് ഉണ്ട്. അതായത് മോട്ടോറിൻ്റെ ബാറ്ററി, ഓട്ടോറിക്ഷയുടെ ബാറ്ററി ചിലപ്പോൾ സെറ്റാക്കും കേട്ടോ. പിന്നെ ഇത്ര നമുക്ക് ബാക്കി വന്ന വയറും കാര്യങ്ങളൊക്കെയാണ് ഇത്. നമ്മുടെ പാനലിൻ്റെ വയർ ഇത്ര ബാക്കി വന്നിട്ടു. ഇനി നമ്മളെ ഇൻവെർട്ടറിൻ്റെ പരിപാടി എനിക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ഡി ബി ഇതാ സോളാറിൽ ഇപ്പോൾ കറണ്ട് വരുന്നുണ്ട്, അതറിയാൻ വേണ്ടി നമ്മൾ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡി ബി തുറന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ഡി ബി എന്ന് പറയുന്നത്. അതിൽ 2 ഫ്യൂസ് എനിക്ക് കാണാൻ പറ്റും. ഇത് ഫേസ് അല്ല, സോറി, ഇത് നമ്മളെ എന്താ പറയുക പോസിറ്റീവ്, ഇത് നെഗറ്റീവാണ്. ഓക്കെ, ഇതിങ്ങനെ നിൽക്കുന്നില്ല കേട്ടോ ഇവിടെ. അത് നേരെ വന്ന് 2 ലൈൻ ഇവിടെ കാണാൻ പറ്റും. ഇവിടെയും 2 ലൈൻ കാണാൻ പറ്റും. പിന്നെ ഈ ചെറുതൊക്കെ നമ്മൾ ഈ ലൈറ്റിൻ്റെ ആണ് കേട്ടോ. കണ്ടാ, ഈ ലൈറ്റിൻ്റെ അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ 2 കണക്ഷൻ എന്ന് വെച്ചാൽ ഒന്ന് ഇതിലേക്ക് ഇറങ്ങി പോകുന്നത്, നമ്മളെ MCBയിലേക്ക് ഇറങ്ങി പോകുന്നതും, രണ്ടാമത് ലൈവ് പോകുന്നത്. ഈ കണക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ലൈവ് പോകുന്നത് ഇങ്ങനെ പോകും. ഇത് നേരെ ഇതാണ് വരുന്നത്, ഈ കണക്ഷനാണ് വരുന്നത്. ഇത് ലൈവാണ് കേട്ടോ. സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ രണ്ടാമത് പോകുന്ന കണക്ഷൻ പറഞ്ഞാൽ നമ്മളെ ഇതിൻ്റെ അടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. ഇത് ഇന്നാണ്, ഇത് ഔട്ടാണ്. ഇത് നേരെ പോയിട്ട് നമ്മളെ
ഈ ചാർജ് കൺട്രോളിൻ്റെ ഇത് ഇവിടെയാണ് വരുന്നത്. ചാർജിങ് സെക്ഷനാണ് വരുന്നത്. ഓക്കെ, അതായത് ജസ്റ്റ് ഇത് ഓൺ ചെയ്താൽ എനിക്കിപ്പോൾ നമ്മുടെ മീറ്റർ ഓൺ ആണ്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഈ സംഭവം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതാ സോളാർ ഇപ്പോൾ ചാർജിങ്, ഇത് ഫുൾ ചാർജ് ഉണ്ട് ബാറ്ററി. കണ്ടാ, അപ്പോൾ ലോഡ് ഓഫ്. ലോഡിന് നമുക്ക് ഇവിടെയും സ്വിച്ച് ഉണ്ട് കേട്ടോ, അതാണ് നമ്മൾ ലോഡിന് വേറെ സ്വിച്ച് കൊടുക്കുക ഇനി. ഓക്കെ, പിന്നെ ബാറ്ററി ഓൺ ആക്കാൻ വേണ്ടി ഈ സംഭവം ഓൺ ആക്കരുത്, നമ്മളെ കൺട്രോളർ കംപ്ലൈൻ്റ് ആവും, സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, അതാണ് ആ ഒരു സംഭവം വരുന്നത്. പിന്നെ പവർ പ്ലഗ് ഞാൻ കാണിച്ചല്ലോ, എനിക്ക് അത് ഇവിടെയാണ് വെക്കാൻ വിചാരിച്ചത്, പക്ഷേ ഇവിടെയൊക്കെ മാറ്റിയിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ഡി ബി അടക്കുന്നില്ല. ഡി ബിക്ക് വേറെ സംഭവം വരുന്നുണ്ട്, ഇവിടെ ജസ്റ്റ് ഹോൾ അടിക്കാനുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് കട്ടാകും, കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ MCB ഇങ്ങനെ തള്ളി നിൽക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാലേ കാണാൻ പറ്റും, ഇവിടെ തട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് വലുതാണ്, അപ്പോൾ നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും. അതൊക്കെ പിന്നെ പിന്നീട് കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കിതിൽ വരുന്നത് ഇതാണ് ഈ ഒരു കണക്ഷൻ, 2 ക്ലിപ്പ്. അത് പറഞ്ഞാൽ നമ്മൾ ഈ ലോഡ് ഉണ്ടല്ലോ, ഈ ലോഡിൽ നിന്ന് പോകുന്ന ഡയറക്റ്റ് പോകുന്ന തന്നെയാണ്, ലോഡിൽ നിന്ന് ഡയറക്റ്റ് പോകുന്നതാണ് ഇത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇൻവേർട്ടറിൻ്റെ ഈ ടെർമിനൽ, ഇത് ഇൻവേർട്ടറിൻ്റെ ടെർമിനലാണ്. ഈ ടെർമിനൽ വരുന്നത് ഈ 2 സംഭവത്തിലാണ് വരുന്നത്. അത് ജസ്റ്റ് കൊടുത്തിട്ട് എനിക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻവേർട്ടറിൻ്റെ ടെർമിനൽ കൊടുത്തിട്ടുണ്ട്, ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. പിന്നെ നമുക്കിതിൽ ബൂസ്റ്ററും കൂടി കണക്ട് ചെയ്യാണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മൾ MCB ആണ്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലൈവ് ഉണ്ടല്ലോ, ഈ ലൈവിൻ്റെ ഈ പോസിറ്റീവിലേക്കാണ് ഈ MCB വരുന്നത്. അത് ഇത് ഓണാക്കിയാൽ മാത്രമേ ഇതിലേക്ക് കറണ്ട് വരും കേട്ടോ. അവിടെ നിന്ന് ലൈവായിട്ട് തന്നെ വരും, പക്ഷേ ഇത് ഇവിടെ നിന്ന് ഓൺ ആക്കണം കേട്ടോ. അതെന്തെങ്കിലും കാരണം വെച്ചാൽ ടച്ച് ആവും, അതുകൊണ്ടാണ് ഞാൻ ഇത് സാധനം കൊടുത്തത് കേട്ടോ. പിന്നെ ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല സ്വിച്ച്, ഇതിന് ഓൾറെഡി നമുക്ക് ലോഡിന് സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്, അത് ഉണക്കിയാൽ മാത്രമേ സംഭവം വർക്ക് ചെയ്യൂ. പിന്നെ ലൈവ് ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ പകലാണ് മൊത്തം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 ലൈവിൻ്റെ കണക്ഷൻ എടുത്തിട്ട് ഡയറക്റ്റ് ഇതിലേക്ക് കൊടുക്കാം. ബൂസ്റ്റർ വെക്കും കേട്ടോ, അതിന് ഇതിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് വർക്ക് ചെയ്യും, പകൽ മൊത്തം വർക്ക് ചെയ്യും ഇൻവെർട്ടർ. ഇനി നമ്മൾ രാത്രി ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് ഈ സോളാറിൻ്റെ ഇത് വേണ്ട, ഇതിൻ്റെ ആവശ്യമില്ല. ഈ സാധനം രണ്ടും ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതിലേക്കാണ് തിരിച്ച് വെക്കാം. അതിനുശേഷം നമ്മൾ ലോഡിൻ്റെ അടുത്ത് ഇതിലേക്ക് കണക്ട് ചെയ്യുക, അടുത്ത രാത്രി നമ്മൾ ഇതിന് ബാറ്ററിയിൽ നിന്ന് എടുത്തിട്ട് സോളാർ വർക്ക് ചെയ്യും. അതുപോലെയാണ് ഞാൻ ചെയ്തത്, ഇത് എൻ്റെതായ രീതിയിലാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കണക്ഷനൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ വർക്കിംഗ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ ബൂസ്റ്ററും കൂടി കൊടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടോ, വേറെ ഒന്നല്ല, ബൂസ്റ്റർ കൊടുക്കാൻ നേരത്തെ വിട്ടുപോയതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ബൂസ്റ്റർ കൊടുത്തത് കേട്ടോ. നമ്മളെ സോളാറിന് വരുന്ന ലൈവിൻ്റെ കണക്ഷൻ, അതിലേക്ക് ബൂസ്റ്ററിൻ്റെ വയർ കൊടുത്തു, ബൂസ്റ്ററിൻ്റെ ഇൻപുട്ട് കൊടുത്തു, അതിൻ്റെ ഔട്ട്പുട്ട് നേരെ നമ്മളെ ഇതിലേക്ക് ഇൻവെർട്ടറിൻ്റെ ടെർമിനലിലേക്ക് കൊടുത്തു. അതിന് നമുക്ക് ഈ സംഭവം ഓൺ ചെയ്താൽ നമ്മളെ ബൂസ്റ്റർ ഓൺ ആവും, അതുപോലെ തന്നെ നമ്മളെ ഇൻവെർട്ടർ ഓൺ ആവും. കണ്ടാ. ഓക്കെ, ഇപ്പം നമ്മൾ ആവശ്യമില്ല, ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചിട്ട്. ഇപ്പോൾ നല്ല വെയിലാണ് കേട്ടോ, അതാണ് ഈ സംഭവം ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ സോളാർ ഇൻവെർട്ടറിൻ്റെ കാര്യങ്ങൾ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ലോഡിൻ്റെ ആണ്, അതായത് ഇത് ഇവിടുന്ന് ഒഴിവാക്കിയാൽ നമുക്ക് രാത്രി ഇത് കൊടുക്കാം, മനസ്സിലായോ? അങ്ങനെയാണ് സംഭവം. പിന്നെ ഇത് നമ്മളെ ഡി ബി എന്ന് പറയുമ്പോൾ നമ്മളെ എന്താ പറയുക, ഷോർട്ടായി കഴിഞ്ഞാൽ ട്രിപ്പാകുന്ന 2 ബോക്സാണ്, 2 MCB സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സംഭവം എല്ലാം സെറ്റായി, ഇതിനൊന്നും ബാക്കിയില്ല. അതാണ് നമ്മളെ മൊത്തത്തിൽ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഇൻവെർട്ടർ എന്ന് പറയുന്നത്, കണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇനിയിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിരിക്കും, നോക്കി ചെയ്തോളൂ കേട്ടോ. സംഭവം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യമില്ല, നമ്മൾ അതിൻ്റെ ടെർമിനൽ ഇൻവെർട്ടറിൻ്റെ ബാക്കിലേക്ക് കൊടുക്കാനുണ്ട്. ജസ്റ്റ് നമുക്ക് ഇതുപോലെ എടുത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഒന്നാമത്തിൽ കൊടുക്കുക, അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ ഇടയിലേക്ക് പോയി നമുക്ക് രണ്ടാമത്തെ ടെർമിനലിലേക്ക് ഇതുപോലെ കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇൻവെർട്ടറിൻ്റെ ടെർമിനലും കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻവെർട്ടർ ഇവിടെ ഒട്ടിക്കാണ്ട് കേട്ടോ, കാരണം വെച്ചാൽ ഇവിടുന്ന് ഇത് സ്വിച്ചൊക്കെ ഓണാക്കുമ്പോൾ തെന്നിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒട്ടിക്കണം. അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ എല്ലാ സംഭവവും സെറ്റ്. നമ്മളെ ബാറ്ററി നേരത്തെ പറഞ്ഞ നമ്മൾ അടിയിലുണ്ട് കേട്ടോ. ബാറ്ററി ഫുൾ ചാർജ് ആയതുകൊണ്ട് സംഭവം ഞാൻ ചാർജ് ചെയ്യുന്നില്ല. പിന്നെ ഇത് നമ്മുടെ DB നിന്ന് പോകുന്ന ഫേസ് ലൈനാണ്. വേണ്ട, ഇതിൻ്റെ ഓരോന്നിൻ്റെ ഫേസ്, ഇതിൻ്റെ ഫേസ് അതുപോലെ അതിൻ്റെ ഫേസാണ്. പിന്നെ ഇവിടെ 2, അതുപോലെ തന്നെ ഇവിടെ 1 നേരിട്ട് കാണാൻ പറ്റും. ഇത് 1, ഇത് 1ൻ്റെ ഇതാണ് MCB ആണ്. ഇത് 2, ഇതിൻ്റെ MCB ആണ് ഇത്. ഓക്കെ, അതായത് ഇത് ഓണാക്കിയാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യൂ, ഈ ബോർഡ് വർക്ക് ചെയ്യൂ. പിന്നെ ഈ ബോർഡ് ഇത് ഓണാക്കിയാലേ വർക്ക് ചെയ്യൂ. അപ്പോൾ അതാണ് സംഭവം. ജസ്റ്റ് നമുക്കിത് ഓൺ ചെയ്യാം. നമുക്ക് എന്തായാലും സംഭവം ശരിയായില്ലേ, സംഭവം ഓൺ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ DB ക്ലോസ് ചെയ്യാം. DB ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാകും, കുറച്ച് അടക്കം ബുദ്ധിമുട്ടാണ് കേട്ടോ, ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ ഞങ്ങൾക്ക് എർത്തിൻ്റെ പകുതി കാണിച്ചിരുന്നു, അതിൻ്റെ താഴോട്ട് ഇറങ്ങി വരുന്ന ചെറിയൊരു കോമഡിയാണ്.
വേറെ ഒന്നുമല്ല, അവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് നമ്മളെ എന്താ പറയുക മറ്റേ സിൽവർ വയറാണ് കേട്ടോ. പകുതി കോപ്പറും പകുതി സിൽവറാണ്. അത് മിക്കവാറും ഞാൻ മാറ്റും കേട്ടോ. അപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ കൊടുത്തതാണ്. അങ്ങനെ കൊടുക്കുന്നതല്ലാണ് എനിക്ക് തോന്നുന്നത്, പക്ഷേ ഇത് ഞാൻ മാറ്റും. ഓക്കെ, അത് എനിക്ക് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുന്ന റോസ് അല്ല റെഡ് കളർ വയർ എനിക്ക് കാണാൻ പറ്റും. കണ്ടല്ലോ, ഇതാണ് നമ്മളെ എന്താ പറയുക എർത്തിന് ഉപയോഗിച്ച വയർ എന്ന് പറയുന്നത്. അത് മുകളിൽ നിന്ന് വരുന്നത് ഈ റെഡ് വയർ മൊത്തം സിൽവർ വയറാണ് കേട്ടോ. ഓക്കെ, മൊത്തം സിൽവറാണ്. അപ്പോൾ ഈ കാണുന്ന ഇത് നമ്മളെ എന്താ പറയുക മെയിൻ സ്വിച്ചിൻ്റെ എർത്താണ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ DBൻ്റെ എർത്താണ്. ഇത് വീടിൻ്റെ എർത്താണ് കേട്ടോ, സെപ്പറേറ്റ് ആക്കിയതല്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. ഇത് കോപ്പർ, ജസ്റ്റ് കോപ്പർ കാണാൻ പറ്റും എർത്തിൻ്റെ ആ ഒരു വയറിന്. അതിലേക്ക് ജസ്റ്റ് ജോയിൻ്റ് അടിച്ചതാണ്. ഓക്കെ, ഈ വയർ ഞാൻ മാറ്റും കേട്ടോ, സിൽവർ ആയതുകൊണ്ട് മാറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് നമ്മളെ എർത്തിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇൻവെർട്ടറിൻ്റെ വർക്കിംഗ് എനിക്ക് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നല്ല ചൂടാണ്, മിക്കവാറും 2 ഫാനും കൂടി വാങ്ങേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ടോട്ടൽ ലോഡ് 45 വാട്ട്സ് എന്താണ് ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത്. ഇതിൽ ബൾബ് മാത്രമേ കണക്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ മോട്ടറും കാര്യങ്ങളൊന്നും കണക്ട് ചെയ്യുന്നില്ല, ബൾബ് മാത്രമാണ്. ഓക്കെ, പിന്നെ മൊബൈൽ ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ആവും കേട്ടോ. അത് ജസ്റ്റ് എനിക്ക് കാണിച്ചു തരാം. ഓക്കെ, അതോടുകൂടി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. നമ്മളെ DB ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സംഭവം ഓൺ ചെയ്യാം. അപ്പോൾ നമ്മളെ സ്ക്രീൻ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ലോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആണ്. അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ നമുക്ക് ഓൺ ചെയ്യണം. ഓക്കെ, അതിന് മുമ്പ് നമുക്കൊരു കാര്യം പറയേണ്ടത്, ഈ സംഭവം ഇവിടുന്ന് ഒഴിവാക്കണം. അതായത് ഇപ്പോൾ നമ്മൾ സോളാറിൻ്റെ ലൈവിലേക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് ഒഴിവാക്കി കൊടുക്കാം. കുറച്ച് പണി തന്നെ കണ്ടോ ഇങ്ങനെ ഒഴിവാക്കാൻ. ഇതിപ്പോൾ ടച്ച് ആയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ഈ സാധനം ഓഫാണല്ലോ. ഇത് ലോഡിൻ്റെ അടുത്ത് നമുക്കിത് കണക്ട് ചെയ്യാം. ഓക്കെ, ഇത് അതിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഒന്നാമത്തെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ എടുത്തിട്ട് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, കുറച്ച് പണിയാണ്, മിക്കവാറും നമുക്ക് മാറ്റിയിട്ട് വേറെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ലോഡിൻ്റെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻവെർട്ടർ ജസ്റ്റ് ചെയ്താൽ ഓൺ ചെയ്യുക. അതാ ഇൻവെർട്ടർ ഓൺ ആയിട്ടുണ്ട്. ഇനി നമ്മളെ 16 ആമ്പിയറിൻ്റെ മെയിൻ ബോർഡ് ഓൺ ചെയ്യുക. ഓക്കെ, അതിന് മുമ്പ് ഇതെല്ലാം നമുക്ക് ഇത് ചെക്ക് ചെയ്യുക. കാരണം ഈ റൂമിൻ്റെ ചെക്ക് ചെയ്യുക. ജസ്റ്റ് ഇത് ഓൺ ചെയ്യുമ്പോൾ ഇതാ കണ്ട ഇവിടെ ഇപ്പോൾ ലൈറ്റ് കത്തിയിട്ടുണ്ട്, എനിക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളിവിടെ നമ്മുടെ സ്റ്റുഡിയോയിൽ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. അല്ലേ, കണ്ടല്ലോ, അത് നമ്മൾ ഇൻവെർട്ടറിൽ കത്തുന്ന ലൈറ്റാണ്. ഇത് ഒന്ന്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ലൈറ്റ് പറയുമ്പോൾ നമ്മൾ ഇത് നമ്മൾ ഇതിൽ കറണ്ട് വരും കേട്ടോ. ഇത് നമ്മളെ മൊബൈൽ ചാർജ് ചെയ്യുന്ന പോർട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിലും രണ്ടിലും കറണ്ട് വരും. ഇതിനിപ്പോൾ രണ്ടിലും കറണ്ട് വരുന്നുണ്ടാവും. പിന്നെ നമുക്ക് ഇതിപ്പോൾ രണ്ടെണ്ണം കണക്ട് ചെയ്ത് നമ്മൾ പുറത്തേക്ക് നമ്മളെ സെറ്റ് ഔട്ട് ഉണ്ടല്ലോ അവിടത്തേക്ക് പോകുന്നതും, പിന്നെ ഇതൊക്കെ നമ്മളെ കിച്ചണിലോട്ട് പോകുന്നതൊക്കെയാണ്. മെയിൻ ബോർഡ് നമുക്ക് ഓൺ ചെയ്യുക. ഇപ്പോൾ ഒരു റെഡ് ലൈറ്റ് എനിക്ക് കത്തിരി കാണാൻ പറ്റും, അത് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് സിറ്റ് ഔട്ടിലേക്കില്ലേ ദാണ്ട് ഒരു ലൈറ്റ് കാണാൻ പറ്റും. ജസ്റ്റ് ഇതേ കണ്ടല്ലോ, അതിന് സ്വിച്ച് ഇവിടെയാണ് വരുന്നത് കേട്ടോ, ഈ സ്വിച്ച്. ഓക്കെ, കണ്ട അതും ഇതിൽ കത്തും. ഓക്കെ, പിന്നെ എനിക്ക് ഇതാ ഈ സ്വിച്ചിൻ്റെ അടുത്ത് തന്നെ ഒരു വയർ മുകളിൽ കൂടി പോകുന്നത് കാണാൻ പറ്റും. കണ്ട, ഇത് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെയാണ്. ഇത് നമ്മളെ ഹാൾ റൂമാണ് കേട്ടോ. കണ്ട, നല്ല അടിപൊളിയായിട്ട് സാധനം കത്തുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ നിന്നൊരു വയർ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും. ഇതിലിപ്പോൾ കറണ്ട് ലൈവാണ്. ഇത് നമ്മളെ ഇതിൻ്റെയാണ്, അതായത് നമ്മളെ വൈഫൈൻ്റെ ആണ്. ഇത് കൊടുത്തിട്ടാണ്, ഇപ്പോൾ കൊടുത്തില്ല. രാത്രി കറണ്ട് പോയിട്ട് നമ്മൾ കൊടുക്കാനില്ല പോർട്ടാണ്. ഇതിലിപ്പോൾ കറണ്ട് ലൈവായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇതുമാതിരി കൊടുക്കാൻ പാടില്ല, എന്നാലും ഇതിൻ്റെ ഇടയിൽ കൂടിയ കണക്ഷൻ പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മാറ്റും കേട്ടോ. ഇവിടെ ഒരു സ്വിച്ച് കാണാൻ പറ്റും, അത് നേരെ നമ്മൾ കിച്ചണിലോട്ട് പോകുന്നതാണ്. ജസ്റ്റ് ഇത് ഓൺ ചെയ്യുക. ഓക്കെ, ഇത് ഓൺ ചെയ്യുമ്പോൾ നമ്മളെ കിച്ചണിൽ എനിക്ക് ലൈറ്റ് കാണാൻ പറ്റും. ഇപ്പോൾ കണ്ട, ഇത് നമ്മുടെ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റാണ്. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ നോർമൽ കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റാണ്. ഓക്കെ, അതോടുകൂടി നമുക്കിത് ഇവിടെ ഒരു സ്വിച്ച് കാണാൻ പറ്റും, നല്ല സ്വിച്ച് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ പുറത്തോട്ടൊരു സ്വിച്ച് ലൈറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും. കണ്ട, പുറത്തൊരു ലൈറ്റ് കത്തുന്നത് കാണാൻ പറ്റും. അതാണ് അതിൻ്റെ സ്വിച്ചാണിത്. കണ്ടല്ലോ, ലൈറ്റ് ഇപ്പോൾ എനിക്ക് കാണുന്നുണ്ടോ അറിയില്ല. ഓക്കെ, ഇതാണ് ലൈറ്റ്. കണ്ട, അതിൻ്റെ സ്വിച്ചാണ് ഇത്. ഓക്കെ, ഇത് നമ്മളെ കിച്ചണിലെ ഭാഗത്തെ സിറ്റ് ഔട്ടിൻ്റെ ലൈറ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, സംഭവം സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇൻവെർട്ടർ ഓഫ് ആക്കാം. അതാണ് ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് കണക്ഷൻ പോകുന്നത് കേട്ടോ. ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. കേസിങ് കേപ്പ് അടിച്ച്, പൈപ്പല്ല കേസിങ് കേപ്പാണ് കേട്ടോ, അതടിച്ച് നമുക്ക് സെറ്റ് ചെയ്യണം. ജസ്റ്റ് നമുക്ക് ഇത് ഓഫാക്കാം. അതുപോലെ തന്നെ നമ്മളെ ഇൻവെർട്ടർ ഓഫാക്കാം. അതുപോലെ തന്നെ ഇതും ഓഫ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എല്ലാ സംഭവം ഓഫാണ്. അത് നമ്മൾ ഈ സംഭവം മാത്രമേ ഓണിലുള്ളൂ. ഇത് ഓഫാക്കണമെന്നില്ല കേട്ടോ, ഈ സാധനം ഓഫാക്കണമെന്നില്ല. അത് മറ്റൊരു പാകം വെച്ചാണ്
സോളാറിൽ ഇപ്പോൾ കറണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ 3 ഫേസ് ഇൻഡിക്കേഷൻ ചുമ്മാക്കിയാണ് അത് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഉച്ചക്കൊന്ന് ഓണാക്കി വെക്കരുത്, കത്തിപ്പോവും. ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇനി നമുക്ക് ലൈവിൻ്റെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ലോഡിൻ്റെ കണക്ഷൻ ഇവിടുന്ന് ഒഴിവാക്കാം. ഇത് ഒഴിവാക്കി ഇതുപോലെ ഇതിലേക്ക് തന്നെ ഇറുക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇതും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതും ഇതിലേക്ക് കൊടുക്കുക. ഇവിടെ കുറച്ച് പണിയാണ്, ചെറിയ സ്ഥലമുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് പണി. പിന്നെ ഇത് ലൈവിൻ്റെ ആണ്. ലൈവിന് നമുക്ക് ആദ്യം ഇത് കൊടുക്കാം. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാൻ വിട്ടു ഗൈസ്, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ ഇത് കളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് ഒട്ടി നിൽക്കുന്നില്ല കേട്ടോ, ഈ സാധനം ഒട്ടി നിൽക്കാത്തതുകൊണ്ടാണ് പറഞ്ഞു വന്നത് കേട്ടോ. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. നല്ല അടിപൊളി പാഷ വാങ്ങിച്ച് ഒട്ടിക്കണം കേട്ടോ. നമ്മൾ നാനോ ടേപ്പ് ഉണ്ടല്ലോ, അത് വാങ്ങണം. ഓക്കെ, അതൊക്കെ പിന്നെ സെറ്റാക്കാം. പിന്നെ നമ്മളെ ശരിക്കും ഒരു കാര്യം പറയാനുള്ള, ഈ ബാറ്ററിക്ക് ഒരുപാട് വയറിന് നീളം കൊടുക്കരുത്. ഞാനിപ്പോൾ ഇതിപ്പോൾ 1 മീറ്ററൊന്നുമില്ല, ഒരു 80 അത്രയേ ഉള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരുപാട് നീളം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബാറ്ററി ചാർജിങ്ങും ബുദ്ധിമുട്ടും, അതുപോലെ തന്നെ അത് ബാറ്ററീനെ ലൈഫിനെയും ബാധിക്കും. പിന്നെ നമ്മൾ ഇൻവെർട്ടറിലേക്ക് വരുന്ന ഔട്ടിനെയും അത് ബാധിക്കാൻ നല്ല ചാൻസ് കൂടുതലാണ്. അതായത് ഇപ്പോൾ ബാറ്ററി റൂമിലും ഇൻവെർട്ടർ മറ്റേ റൂമിലും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് നല്ലതല്ല കേട്ടോ. അത് ബാറ്ററിക്ക് നല്ല രീതിയിൽ അടി കിട്ടും ബാറ്ററിക്ക്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ബാറ്ററി അല്ല, ഏത് ബാറ്ററി, ഇൻവെർട്ടറിൻ്റെ ട്യൂബ്ലാൽ ബാറ്ററി ഉണ്ടല്ലോ, അതും ഇതേപോലെ തന്നെയാണ് കേട്ടോ. അതേപോലെ ബാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ അത്രേ കൊടുത്തില്ലു. ശരിക്കും പറഞ്ഞാൽ ഇതിനും താഴോട്ട് വെക്കാനാണ് ഉണ്ടായത്. പക്ഷേ അത് അത്ര നല്ലതല്ല. 1 മീറ്ററിൽ കൂടാൻ പാടില്ല. ഓക്കെ, 1 മീറ്ററിൻ്റെ അടുത്ത് മാത്രമേ, 1 മീറ്റർ അല്ലെങ്കിൽ 1 മീറ്ററിൻ്റെ അടുത്ത് മാത്രമേ ബാറ്ററിയുടെ കേബിൾ വരാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ബാറ്ററി പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. ഇനി ഇത് ലിഥിയം അയോൺ ബാറ്ററി ആയതുകൊണ്ട് നല്ല ബാക്കപ്പാണ് ഈ ബാറ്ററിക്ക് വരുന്നത്. ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് ഞാൻ ഇതിൻ്റെ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മളെ ലൈവിൻ്റെ ഇത് ഒട്ടിക്കാട്ടോ. ജസ്റ്റ് ഓൺ ചെയ്യുക, നമ്മൾ ഈ സാധനം ഓൺ ചെയ്യുക. നമ്മുടെ ബൂസ്റ്റർ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻവെർട്ടർ ഓൺ ചെയ്യാം. ഇൻവെർട്ടർ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല വെയിലാണ്. ഇനി നമുക്ക് ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യാം. ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതിപ്പോൾ സോളാറിൽ ലൈവിലാണ് പോകുന്നത്. അതായത് ലൈവ് എന്ന് വെച്ചാൽ നമ്മൾ സോളാറിൽ നിന്ന് ഡയറക്റ്റ് കറണ്ട് എടുത്തിട്ട് ഇത് വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ കേട്ടോ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ബാറ്ററിയിൽ നിന്നല്ല, ബാറ്ററിയിൽ നിന്ന് യാതൊരു വിധ കറണ്ടും ബാറ്ററിയിൽ നിന്ന് എടുത്തില്ല. കാരണം ബാറ്ററി ഇപ്പോൾ ഇത് ഓഫാണ്, നമ്മളെ കൺട്രോളർ ഓഫാണ്. ബാറ്ററിയിൽ നിന്ന് വേണം ഞാൻ ബാറ്ററി ക്ലിപ്പ് ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഫേക്ക് കാര്യങ്ങൾ വിചാരിക്കേണ്ടതാണ്. ബാറ്ററി ക്ലിപ്പ് ഞാൻ റിമൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സോളാറിൽ തന്നെ ലൈവിലായിട്ട് ഈ ലൈറ്റ് കൊടുന്ന് ഇതിപ്പോൾ ഒന്നാണ്. നമുക്ക് പുറത്ത് സിറ്റ് ഔട്ടത്തെ ലൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ സ്വിച്ച് ഉണ്ട്. ഓക്കെ ഗൈസ്, അതിൻ്റെ നമ്മളെ ഇത് ഓൺ ആക്കിയിട്ടാണ്. ഓക്കെ, അതായത് നമുക്കതിൻ്റെ ഇതാണ് അതിൻ്റെ എന്താ പറയുക, ആ ഒരു സംഭവം അത് ഓൺ ചെയ്യണം. ഓക്കെ, ഇത് വേറെതാണ്, അത് വേറെതാണ്, അത് മാറിപ്പോയതാണ്. ഓക്കെ, ഇപ്പോൾ അത് ഓൺ ചെയ്തിട്ടുണ്ട്. കണ്ട, ഇതും കത്തുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് തന്നെ കത്തുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത കണക്ഷൻ നോക്കാം. അതാണ്ട് ഈ മുകളിലേക്ക് പോകുന്ന കണക്ഷൻ കണ്ടല്ലോ, ഈ ബൾബും കൂടി ഇപ്പോൾ 2 ബൾബ് ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ബൾബും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടല്ലോ, മൂന്നാമത്തെ ബൾബും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല സംഭവം തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് കിച്ചണിൽ പോയാൽ, അപ്പോൾ കിച്ചണിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുക. എൻ്റെ ഗൈസ്, കിച്ചണിൽ നല്ല അടിപൊളിയായിട്ട് സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ കിച്ചണിൻ്റെ പുറത്ത് വരുന്ന കണക്ഷൻ അതുകൊണ്ട് ആ ബൾബ് അത് എനിക്ക് ക്ലിയർ കാണല്ലോ കേട്ടോ. അതുകൊണ്ട് ഈ ബൾബ് ഓൺ ചെയ്യുക. അതും നല്ല അടിപൊളിയായി തന്നെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ചെറിയൊരു ഡിമ്മ് വന്നു. ഓക്കെ, അത് കുഴപ്പമില്ല, എന്നാൽ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. കണ്ടല്ലോ, എല്ലാ ബൾബും ഇപ്പം ലൈവിൽ മൊത്തം ബൾബും വർക്ക് ചെയ്യുന്നുണ്ട്. സംഭവം അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടു കാണുമല്ലോ നമ്മളെ സോളാറിൽ ലൈവായിട്ട് വർക്ക് ചെയ്യുന്നത് സംഭവം. അടിപൊളിയാണ് കേട്ടോ. നല്ല പാങ്ങ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം 9:30, അതായത് പകൽ 9:30 തൊട്ട് വൈകിട്ട് 3:30 വരെ സോളാറിന് ലൈവ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം അമ്മാതിരി വെയിലാണ് അവിടെ കൊള്ളുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അവിടെ പണിയെടുക്കാൻ പറ്റുന്നില്ല എന്ന്. പക്ഷെ ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞില്ലേ, സംഭവം അടിപൊളിയാണ്. അപ്പോൾ 9 വാട്ട്സിൻ്റെ 5 ബൾബാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. 9 വാട്ട്സിൻ്റെ ഒന്ന് നമ്മൾ എൻ്റെ റൂമിലും, അതുപോലെ തന്നെ സിറ്റ് ഔട്ടിലും ഹാൾ റൂമിലും കിച്ചണിലും കിച്ചണിൻ്റെ സിറ്റ് ഔട്ടിലും. ഓക്കെ, പിന്നെ ഒരു റൂമും കൂടി ഇവിടെ ബാക്കിയുണ്ട്. അതിൽ നമ്മൾ കണക്ഷൻ കൊടുത്തില്ല കേട്ടോ. അത് വേണ്ട വെച്ചു. കാരണം നമ്മളെ ഹാളിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ റൂമിലേക്ക് അതിൻ്റെ വെളിച്ചം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് അത് വെറുതെ നമ്മൾ ബാറ്ററിന് ചാർജ് മേടിക്കണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഒഴിവാക്കിയതാണ്.
അപ്പോൾ 45 വാട്ട്സാണ് ടോട്ടൽ ലോഡ് വരുന്നത്. 5-9 വാട്ട്സിൻ്റെ ബൾബ് പറയുമ്പോൾ 45 വാട്ട്സാണ് ടോട്ടൽ ലോഡ് വരുന്നത്. അപ്പോൾ ഈ ബാറ്ററി നമുക്ക് 2.5 മണിക്കൂർ വർക്ക് ചെയ്യും കേട്ടോ. പിന്നെ ഒരു ബൾബൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ എത്രയോ മണിക്കൂർ വർക്ക് ചെയ്യും. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. നല്ല രീതിയിൽ വർക്ക് ചെയ്യും ഒരു ബൾബാണെങ്കിൽ. പിന്നെ പകൽ നമുക്ക് ചാർജിങ്ങിൻ്റെ ഇടയിലും നമ്മളെ സോളാറിന് ലൈവ് എടുത്ത് വർക്ക് ചെയ്യും കേട്ടോ. പിന്നെ ചാർജിങ്ങിൻ്റെ ഇടയിൽ ഈ ബാറ്ററി ഉപയോഗിക്കുന്നത്ര നല്ലതല്ല ഞാൻ കേട്ടിട്ടുണ്ട്. സംഭവം എന്താണെന്ന് അറിയില്ല. സോളാർ ചാർജിങ്ങിൻ്റെ ഇടയിൽ ബാറ്ററി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ബാറ്ററി പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, അതെന്തെങ്കിലും അറിയുന്ന ആരെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ അതിനെക്കുറിച്ചിട്ട്. എനിക്ക് വലിയ പിടുത്തമില്ല, പൊട്ടിത്തെറിക്കുന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നല്ല രീതിയിൽ ലെങ്ത്ത് കൂടി കാണും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. കാരണം പാർട്ട് 2 ആണ്. നമ്മളെല്ലാം കഴിഞ്ഞു. ഇൻവേർട്ടറിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇൻവേർട്ടറിൻ്റെ ഹെഡ് ലൈൻ. കണ്ട, ഇതാണ് നമ്മൾ ഇതിന് മുമ്പേ കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 3 ഫേസ്. ഇതാണ് ചുമ്മാ ഓണാക്കി വെക്കാം. കാരണം ഇപ്പോൾ ഏകദേശം സമയം 11:30 നല്ല വെയിലാണ്. ഓക്കെ, സോളാർ ചുട്ട് പഴുക്കുന്ന വെയിലാണ് കേട്ടോ. ജസ്റ്റ് പറഞ്ഞാൽ അതിൻ്റെ മീത്ത് നമുക്ക് മുട്ട വെച്ച് ആംപ്ലേറ്റ് ആക്കാൻ പറ്റും. അമ്മാതിരി ചൂടാണ് സോളാറിൻ്റെ മുകളിൽ. എന്തായാലും ഞാൻ മുകളിൽ കയറുന്നില്ല കേട്ടോ. മുകളിൽ കയറി കഴിഞ്ഞാൽ ശരിയായില്ല കേട്ടോ, ഭയങ്കര വെയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും റിപ്ലൈ തന്നെയായിരിക്കും. ഇത് ഞാൻ പറയാൻ വിട്ടുപോയോ ഗൈസ്? ഓക്കെ, ഇതിൽ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലേ. ഇതിൽ കറണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് ഫേക്ക് ഒന്നല്ല, ഇതിൽ കറണ്ട് വരുന്നുണ്ട്. അത് ഇതിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. ഈ ബോർഡിൽ നിന്ന് ഫേസ് വരുന്നതാണ്, അങ്ങനെ വന്ന് കയറുന്നതാണ് കേട്ടോ. വേണ്ട, അതാണ് സംഭവം. ഓക്കെ, ഇത് മൊബൈൽ ചാർജിന് വേണ്ടി പവർ പ്ലഗ് അല്ല കേട്ടോ. ഇത് സംഭവം പവർ പ്ലഗ് ആണ്. പക്ഷേ ഇവിടെ യൂസ് ചെയ്യുന്ന പവർ പ്ലഗ് ആയിട്ടല്ല, നോർമൽ പ്ലഗ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നത്. കാരണം ഇത് പവർ പ്ലഗ് അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഏകദേശം ഇതിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ ടോട്ടലി 5000 ചില്ലറയാണ് ഏകദേശം ഇതിൻ്റെ പ്രൈസ് ആയത്. ഏകദേശം 5990 രൂപയാണ് പ്രൈസ് ആയത്. അപ്പോൾ അതിലിപ്പോൾ ചില സംഭവങ്ങൾ ടൈപ്പ് ഈ DB, അതുപോലെ തന്നെ ഈ പവർ പ്ലഗ്, പിന്നെ ഇയർ ബോർഡ് ഇതൊക്കെ ഞങ്ങൾക്ക് ഫ്രീ കിട്ടിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇനി വയറ്, സോളാറിന് മാത്രമേ വയറ് വാങ്ങിയുള്ളൂ. ഈ വയർ കണ്ടല്ലോ, സോളാറിന് മാത്രമേ വയറ് വാങ്ങിയുള്ളൂ. ബാക്കി സംഭവമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ DBയിലേക്ക് കൊടുത്ത ഈ വയറൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന വയർ തന്നെയാണ്. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ എത്ര റേറ്റ് ആയി. അല്ലെങ്കിൽ ഇതിലും കൂടും കേട്ടോ. ഇൻവേർട്ടറിന് 500 രൂപ, അതുപോലെ തന്നെ ഇതിന് 750, പിന്നെ ഇതിന് 500 രൂപ, നമ്മൾ ഈ സംഭവത്തിന് ഈ ബോക്സിന് 100 രൂപ, അങ്ങനെയൊക്കെയാണ് സ്വിച്ചൊക്കെ വാങ്ങിയാണ്. പിന്നെ ഫ്യൂസ് ഇവിടെ ഉണ്ടായിരുന്ന ഫ്യൂസാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ കൂട്ടിയാണ് ഞാൻ ഏകദേശം റേറ്റ് പറഞ്ഞത്. പിന്നെ പാനലിന് ഏകദേശം 2750 രൂപ പാനലിന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇത് പഴയ ഒരു ഷെഡ് കൂടി ഉണ്ടായിരുന്നു, അത് പൊളിക്കുമ്പോൾ അതിലുണ്ടായിരുന്ന ബോർഡാണ് ഈ ബോർഡ് കേട്ടോ. ഇത് ഞാൻ വേറെ കൊണ്ടുവന്നതാണ്. ഇതും അതെ, ഇതും രണ്ടും കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ സംഭവം. എനിക്ക് മനസ്സിലായി കാണും. ഇതാണ് എൻ്റെ റേറ്റ് വരുന്നത്. ഇതൊക്കെ മുമ്പേ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഇത് ഒക്കെ അതായത് മൊത്തം പ്രൈസ് കൊടുത്ത് വാങ്ങിയതല്ല. അതായത് ഓരോരോ സാധനമേ വാങ്ങി ഇങ്ങനെ സെറ്റ് ചെയ്തതാണ്. അല്ലാതെ ഇത് മൊത്തം വാങ്ങിയതല്ല. കാരണം പാനൽ പഴയതാണ് ഉണ്ടായത്, അത് പുതിയതാക്കി. അതുപോലെ തന്നെ നമ്മളെ അങ്ങനെ DBയും കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ ഇൻവെർട്ടർ വന്നു. നമുക്ക് DC കൂടി ചെയ്യാൻ കേട്ടോ. കാരണം ബൾബും ഇതൊരു 5 നമുക്ക് DCൻ്റെ ബൾബ് 5 വേണ്ടി വരില്ല, ഒരു 2-3 ബൾബ് വേണ്ടി വരും. 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു 2 ഫാനും കൂടി വേണ്ടി വരും കേട്ടോ. കാരണം അമ്മാതിരി ചൂടാണ് ഇവിടെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ സംഭവമാണ് ഈ ഒരു മൊബൈൽ ചാർജിങ് എന്ന് പറയുന്നത്. ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഓൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ ലോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഇൻവേർട്ടർ ഓൺ ചെയ്യാം. ഓക്കെ, ഇത് ഇൻവേർട്ടർ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും. അതിനുശേഷം നമ്മളെ മൊബൈലിൻ്റെ ചാർജർ എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് ഈ ഒരു പ്ലഗിലേക്ക് കണക്ട് ചെയ്യാം കേട്ടോ. ജസ്റ്റ് നമ്മളെ സ്വിച്ച് ജസ്റ്റ് ഓൺ ചെയ്യുമ്പോൾ നമ്മളെ മൊബൈൽ എനിക്ക് ചാർജ് ആകുന്നത് കാണാൻ പറ്റും. കണ്ടല്ലോ, നമ്മുടെ മൊബൈൽ ഇപ്പോൾ ചാർജ് ആകുന്നുണ്ട്. സാംസങ്ങിൻ്റെ ഫോണാണ് കേട്ടോ. ഏത് ഫോണും ചാർജ് ആകും കേട്ടോ. ഓക്കെ, അപ്പോൾ സംഭവം ഇപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ആണ്. സംഭവം ചാർജിങ് ചെയ്യുന്നുണ്ട്. ഇതിലും കറണ്ട് വരും. ഓക്കെ, അതിന് ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഓഫ് ആക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേ നമുക്കിതിപ്പോൾ ചാർജ് ആവും. നമ്മളെ സംഭവം ഓൺ ചെയ്യിട്ട. ഓക്കെ, ഇത് ഓൺ ചെയ്യിട്ട. ഇപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ നോക്കിയതേ ഫാസ്റ്റ് ചാർജിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ ചാർജിങ്ങും ഇതിൽ സപ്പോർട്ടാണ് കേട്ടോ. നമ്മുടെ സോളാറിന് ലൈവിലും ചാർജ് ആവും. ഇത് ബാറ്ററിയിലാണ് ചാർജ് ആകുന്നത്. കണ്ട, അടിപൊളിയായിട്ട് ചാർജ് ആകുന്നുണ്ട്. സംഭവം അടിപൊളിയാണ്. ഓക്കെ, കണ്ടല്ലോ.
അപ്പോൾ നമ്മളെ ഇൻവെർട്ടറിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെ DC-DB എന്ന് എഴുതിയിട്ടുണ്ട്, പിന്നെ RYB ചുമ്മാ എഴുതിയാണ് ആ സംഭവം എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മളെ AC-DB എന്നും അതുപോലെ തന്നെ നമ്മളെ പവർ പ്ലഗ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ചുമ്മാ എഴുതിയാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ എനിക്ക് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് അറിയില്ല. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടായിരുന്നു. നേരത്തെ വീഡിയോ നിങ്ങൾ നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. അതായത് ഈ B ഇപ്പുറവും ഈ Y ഇപ്പുറവും ആയിട്ടുണ്ടായിരുന്നു. അത് ഈ ബൾബ് നമുക്ക് ഇവിടെ നിന്ന് അയക്കാൻ പറ്റും കേട്ടോ. ഞാൻ ജസ്റ്റ് അത് അയച്ചതാണ്. അപ്പോൾ വന്ന മിസ്റ്റേക്ക് ആണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ഷമിക്കണം. ഇപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. അത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല കേട്ടോ. അത് RYB ആണ് ഇതിൻ്റെ ഓർഡർ. നേരത്തെ നമുക്ക് RBY എന്നാണ് ഉണ്ടായത്. ഇപ്പോൾ ഓർഡർ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഇപ്പോൾ സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇവിടെ ഒരു കണക്ഷൻ കാണാൻ പറ്റും. ഇവിടുന്ന് ഒരു പോസിറ്റീവ് ഇങ്ങനെ താഴോട്ട് എടുത്തിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ഒരു നെഗറ്റീവ് ഇതിലേക്ക് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, അതിന് സംഭവം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് എനിക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇതാ ഈ വയർ ഇങ്ങനെ പോകുന്ന താഴെ കൂടി നമ്മളിവിടെ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ DC-യിൽ കറങ്ങുന്ന ഫാനാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ 9 മണിയാണ്. പകൽ നല്ല സ്പീഡിൽ തന്നെ കറങ്ങുന്നുണ്ട്. നല്ല ഉച്ച സമയത്തൊക്കെ ഹൈ സ്പീഡാണ്. അത് ജസ്റ്റ് എനിക്ക് ഉച്ചയാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല സ്പീഡാണ് കേട്ടോ. അത് നിന്ന് പറക്കും അമ്മാതിരി സ്പീഡിലാണ് ഉച്ചയ്ക്ക് ഫാൻ കറങ്ങാൽ. ഇപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഫാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ DC മോട്ടറാണിത്. ഈ മോട്ടർ കംപ്ലൈൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം ജസ്റ്റ് നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഈ ലൈറ്റിനും ഒരു എന്താ പറയുക സംഭവം കൊടുത്തിട്ടുണ്ട്. അതെന്ത് സാധനം എന്ന് വെച്ചാൽ നമ്മളെ ഗ്ലൂ ഗൺ ഉണ്ടല്ലോ, ഇതാണ് ഗ്ലൂ ഗൺ. അപ്പോൾ ഈ ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക്, ഇതാണ് ഗ്ലൂ സ്റ്റിക്ക് പറയുന്നത്. നമ്മളെ ഗ്ലൂ ഗണ്ണിലേക്ക് ഇടുന്നത് പഴയ കംപ്ലൈൻ്റ് അല്ല, ഈ ഒരു ഭാഗം ജസ്റ്റ് ഇങ്ങനെ പോയ സ്റ്റിക്കാണ്. ഇവിടുന്ന് കട്ട് ചെയ്ത് ഞാൻ ഇവിടത്തേക്ക് കൊടുത്തതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ കാണാൻ. ജസ്റ്റ് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. അതെ, കണ്ടല്ലോ, ഇതാണ് സംഭവം. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇൻവേർട്ടറിൻ്റെ സംഭവം. അപ്പോൾ നേരത്തെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യുന്നതൊക്കെ കാണിച്ചു തന്നു കേട്ടോ. ഇനി നമുക്ക് ആ മോട്ടർ നമുക്ക് എന്താ പറയുക, ഇത് നമ്മളെ ഉച്ചക്ക് ഇതിൻ്റെ പവർ എനിക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല സ്പീഡാണ് ഉച്ചയ്ക്ക് കറങ്ങൽ. അത് ഞാൻ ഉച്ചയാകുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 11 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഫാൻ ഇതാ നല്ല സ്പീഡിലാണ് കറങ്ങുന്നത്. ഞാൻ എൻ്റെ മൈക്ക് എനിക്ക് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ പവർ കണ്ടല്ലോ, എത്രത്തോളം സ്പീഡിലാണ് നമ്മളെ ഫാൻ കറങ്ങുന്നത് കാണാൻ പറ്റും. ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു എന്താ പറയുക ടവൽ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതേ അതാ നല്ല പവറാണ്. അത്യാവശ്യം ഈ ഒരു സ്ഥലം വരെ ഇതിൻ്റെ കാറ്റ് എത്തുന്നുണ്ട്. ഇതിനേക്കാളും പോകും കേട്ടോ കാറ്റ്. നല്ല പവറാണ്. നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും എത്രത്തോളം സ്പീഡിലാണ് ഈ ഫാൻ കറങ്ങുന്നതെന്ന്. ഞാനിത് വിട്ട് കഴിഞ്ഞാൽ ഈ സാധനം പാറിപ്പോവും. കണ്ട, ആ സാധനം പാറിപ്പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഫാൻ എന്ന് പറയുന്നത്. നമ്മളെ സോളാർ ഡൈവിൽ ഓടുന്ന ഫാനാണ് കേട്ടോ. ഈ മോട്ടർ കംപ്ലൈൻറ്റ് ഞാൻ പറഞ്ഞ കാരണം വെച്ചാൽ ഇതിൻ്റെ വൈൻഡിങ്ങിന് പ്രശ്നമുള്ളൂ കേട്ടോ. അത് ചെറിയ രീതിയിൽ എന്താ പറയുക കത്തിരി മണക്കുന്നുണ്ട്. അത് ഭയങ്കര സ്പീഡ് ഓവർ ചൂട്. ഈ സാധനം നല്ല ചൂടാണ് കേട്ടോ. ഓക്കെ, ഇത് നമ്മളെ DC മോട്ടർ 775 എന്ന് പറഞ്ഞ മോഡലാണ്. 24 വോൾട്ടിൽ ഈ സാധനം വർക്ക് ചെയ്യും കേട്ടോ. 24 വോൾട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ നിന്ന് മറിഞ്ഞു വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ 12 വോൾട്ട് തന്നെ ഈ സാധനം നല്ല രീതിയിൽ ആടി കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ മോട്ടറാണ് സോളാർ ലൈവ്. അതായത് നമ്മളെ ലൈവിൽ നിന്ന് ഓടുന്നതാണ്. ഇവിടുന്ന് ഒരു പോസിറ്റീവ്, നമ്മൾ ഇവിടുന്ന് നെഗറ്റീവ് വർക്കാണ്. ബൂസ്റ്റർ കൊടുക്കാതെ നമ്മൾ ഫാൻ വർക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സോളാറിൽ ഓടുന്ന ഫാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മളെ സോളാർ പാനലിൻ്റെ സംഭവം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വേള കിഡിലും വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.